ഹലോ എവ്രിവൺ, എല്ലാവർക്കും ന്യൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന കേരള വാട്ടർ അതോറിറ്റി എന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലാബ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. സോ അതിനായിട്ട് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. സോ അതിനകത്ത് കെമിസ്ട്രിയിലെ മൊഡ്യൂൾ 2 എന്ന അതിലെ ഒരു ചെറിയൊരു പോർഷനാണ് എടുക്കുന്നത്. അപ്ലിക്കേഷൻസ് ഓഫ് D and F ബ്ലോക്ക്. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ആപ്ലിക്കേഷൻ മാത്രമാണ് ഉള്ളത്. ബട്ട് സ്റ്റിൽ നമ്മൾ D ബ്ലോക്കിനെ കുറിച്ചും അതുപോലെ തന്നെ F ബ്ലോക്കിനെ കുറിച്ചും കുറച്ചധികം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് അപ്ലിക്കേഷൻസിലോട്ട് വരുന്നത് കേട്ടോ. സോ നമുക്കൊരു ഏകദേശം ഒരു പ്രിവ്യൂ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ D ബ്ലോക്കിനെ കുറിച്ചാണ് പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ അറിയാലോ എവിടെയാണ് D ബ്ലോക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാലോ അല്ലേ. അപ്പൊ D ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ വരച്ചു തരാം. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എന്താ വരുന്നത്, ബ്ലോക്കുകൾ എവിടെ സിറ്റുവേറ്റ് ചെയ്യണമെന്ന് അറിയാലോ. SPDF ഇങ്ങനെയാണ് ബ്ലോക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ അതിനകത്ത് D ബ്ലോക്ക്, അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എന്താണ് D ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് D ഓർബിറ്റലിൽ അല്ലെങ്കിൽ D സബ്ഷെല്ലിൽ വന്നു കഴിഞ്ഞാൽ ആ എലമെന്റ്സിനെ പറയുന്ന പേരാണ് D ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് പറയുന്ന വേറൊരു പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അതിന് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്? D ബ്ലോക്ക് എവിടെ സിറ്റുവേറ്റ് ചെയ്യണം നോക്കൂ, എസിന്റെയും പിന്റെയും ബിറ്റ്വീൻ ആയിട്ട്, നടുക്കായിട്ടാണ് അത് കിടക്കുന്നത് അല്ലെ. എസിന്റെയും പിന്റെയും നടുക്കായിട്ടാണ് D ബ്ലോക്ക് കിടക്കുന്നത്. സോ ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എസ് ബ്ലോക്ക്, ഓക്കെ, എസ് ബ്ലോക്കിൽ നിന്നും പി ബ്ലോക്കിനെ നയിക്കുന്നതാണ് ആര്, D ബ്ലോക്ക്. അതായത് ആ ട്രാൻസിഷൻ ഒക്കെ ചെയ്യുന്നത് എവിടെയാണ്, ഈ D ബ്ലോക്ക് വഴിയാണ് അല്ലെ. എസ് ബ്ലോക്കിൽ നിന്ന് ട്രാൻസിഷൻ സംഭവിച്ച് എന്ത് പറയുന്നു, P ബ്ലോക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. പോയിന്റ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പഠിക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇതാണ്, N-1 into D1 to 10. ഓക്കെ, ദെൻ NS2. ഇതാണ് നമ്മുടെ ബാലൻസ് ഷെൽ കോൺഫിഗറേഷൻ വരിക. അതുപോലെ എല്ലാ D ബ്ലോക്ക് എലമെന്റ്സും നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്തായിട്ട്, 3D, 4D, 5D, അതുപോലെ 6D. ഓക്കെ, ഇങ്ങനെയായിട്ട് ക്ലാസിഫൈ അവിടെ ചെയ്തിട്ടുണ്ട്. ഓരോ സീരീസിലും 10 എലമെന്റ്സ് വീതമാണ് അതിനകത്ത് ഉള്ളത് കേട്ടോ. ഓക്കെ, പക്ഷേ നോക്കൂ, ഈ എലമെന്റ്സിനെ കുറിച്ചൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്രോമിയം, ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ക്രോമിയം, കോപ്പർ, മോളിബ്ഡിനം, പലേഡിയം, Ag എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ, Au ഓറം അതായത് ഗോൾഡ്, ഇങ്ങനെയുള്ള എലമെന്റ്സിന്റെ കേസിൽ ചെറിയ ഒരു ഇറഗുലാരിറ്റി ഉണ്ട്. ഓക്കെ, ഒരു അനോമലസ് ബിഹേവിയർ അവിടെ കാണിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഔട്ടർ ഷെൽ എന്ന് പറയുന്നത്, ഓക്കെ നോക്കൂ, ഇപ്പൊ ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ അറിയാവോ? ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ അറിയാവോ? ടൈപ്പ് ചെയ്താൽ മതി. അറിയാം എത്രയാ? കേട്ടില്ലായിരുന്നു. എത്രയാ? ആ 3D5 അല്ല, 3D4 വരിക കേട്ടോ. അതിനൊരു കോഡ് ഉണ്ട്, ഞാൻ കോഡ് പറഞ്ഞു തരണോ? അത് ഈ D ബ്ലോക്കിലെ 21 to 30 വരെ അറിയാനായിട്ടേ പറഞ്ഞു തരണോ, പെട്ടെന്ന് മനസ്സിലാക്കാൻ? ഓക്കെ, അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്രോമിയത്തിന്റെ കേസ് ഇപ്പൊ ഇവിടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് 3D5 എന്നുള്ള രീതിയിൽ. 3D5 അത് ആക്ച്വൽ കോൺഫിഗറേഷൻ ആണ്. ഇത് 3D5 എന്ന് പറയുന്നത്. ഞാൻ അറ്റോമിക് നമ്പർ ആണ് ചോദിച്ചത്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 24 ആണ് വരിക കേട്ടോ. അപ്പൊ നമ്മൾ എഴുതാൻ നേരത്തെ നമുക്ക് എങ്ങനെയാ ശരിക്കും എഴുതുക, 1:2, 2:2, 2:2, 2p6, 3:2, 3p6, 4:2,
3d4. ഇതാണ് നമ്മുടെ കോൺഫിഗറേഷൻ സാധാരണ നമ്മൾ എഴുതുന്നത് വരിക അല്ലേ? അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നോക്കൂ എങ്ങനെയാ വന്നിട്ടുള്ളത്. ലാസ്റ്റ് വന്നത് 3d5 4s1 ആണ് വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അത് തന്നെയാണ്. അതായത് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ നമ്മൾ ഇങ്ങോട്ട് എഴുതും. ഓക്കെ, സോ അറ്റ് ലാസ്റ്റ് അവിടെ എന്താ വരേണ്ടത്? 4s1 3d5. അപ്പൊ ഇതാണ് ഇതിന്റെ ആക്ച്വൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ എഴുതാൻ കാരണം എന്താ? അതിന്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ് അതിന്റെ കാരണം. അതായത് ഹാഫ് ഫിൽഡ് അല്ല വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് കേട്ടോ. ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മോർ സ്റ്റേബിൾ ദാൻ അതർ ഡി ഓർബിറ്റൽസ്. അപ്പൊ ഏതൊക്കെയാണ് ആ എലമെന്റ്സ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ക്രോമിയം കോപ്പർ ആണ് അത്യാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നോക്കൂ, then atoms of these elements form cations. അതായത് ഈ പറയുന്ന എലമെന്റ്സ് ഉണ്ടല്ലോ, ഡി ബ്ലോക്കിൽ എലമെന്റ്സ് കാറ്റോൺസ് ഫോം ചെയ്യുന്ന നേരത്ത്, കാറ്റോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യുന്ന നേരത്ത് അവിടെ ഏത് ഇലക്ട്രോൺസിനെയാണ് റിമൂവ് ചെയ്യാന്ന് ശ്രദ്ധിക്കണം. എവിടെന്നാ? ഡിയിൽ നിന്നാണോ എസിൽ നിന്നാണോ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് കേട്ടോ. അതായത് എസിൽ നിന്നായിരിക്കും അവിടെ എന്ത് ചെയ്യുക? ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് എവിടെ? ഡി ഷെല്ലിൽ നിന്നല്ല, പകരം എസിൽ നിന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, മാംഗനീസ് എന്ന് പറയുന്നത് 25 ആണ് അറ്റോമിക് നമ്പർ. സോ അതിന്റെ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ 8 തന്നിട്ടുണ്ട്. 3d5 4s2 കണ്ടുവോ? 3d5 4s2 ആണ് വന്നിട്ടുള്ളത്. സോ അതിനകത്ത് Mn2+, അതൊരു കാറ്റോൺ ആയി മാറുന്ന നേരത്ത് ആ 2 ഇലക്ട്രോൺ എവിടെന്നാ പോകുന്നത്? ഡിയിൽ നിന്നല്ല, പകരം എവിടെന്നാ പോവുക? 4s2 ഔട്ടർ മോസ്റ്റ് ഷെല്ലായ എസിൽ നിന്നാണ് ആദ്യം ഇലക്ട്രോൺസ് അവിടെ പോവേണ്ടത്. അതിനുശേഷം മാത്രമേ ഡിയിൽ പോകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കാം. നോക്കൂ, അതുപോലെ എം ടി ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കോൺഫിഗറേഷൻ അവിടെ അങ്ങനെ വരാനായിട്ട് കാരണം. ഓക്കെ, നെക്സ്റ്റ് ആണ് അതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ്. ഒന്നാമതാണ് അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ എന്ന് പറയുന്നത്. ദ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ ഫോർ ട്രാൻസിഷൻ എലമെന്റ്സ് ആർ സ്മോളർ ദാൻ ദെയർ കറസ്പോണ്ടിങ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് ആർ ഗ്രേറ്റർ ദാൻ ദെയർ കറസ്പോണ്ടിങ് പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? അറിയാമോ? ഗ്രൂപ്പിന്റെ താഴേക്ക് വരുന്തോറും അറ്റോമിക് സൈസ് അവിടെ എന്താ സംഭവിക്കുക? ഇൻക്രീസ് ആണ് ചെയ്യുക. അറ്റോമിക് സൈസ് അവിടെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി? അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ? ട്രാൻസിഷൻ എലമെന്റ്സിന്റെ എന്ന് പറയുന്നത് സ്മോളർ ആയിരിക്കും. ആരെക്കാളും? എസിനേക്കാളും. പക്ഷെ പിന്നേക്കാളും എന്താണ്? ഗ്രേറ്റർ ആയിരിക്കും. നമുക്കറിയാം പി ബ്ലോക്കിലെ എലമെന്റ്സിനായിരിക്കും ഏറ്റവും ചെറിയ സൈസ്. അതുകൊണ്ട് തന്നെ അറ്റോമിക് റേഡിയൈ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് അവർക്കായിരിക്കും. അപ്പൊ ആ ഒരു ഓർഡർ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ദ അയണിക് റേഡിയൈ ഡിക്രീസസ് ആസ് ചാർജ് ഓൺ ദ കാറ്റോൺ ഇൻക്രീസസ്. ചാർജ് ഇൻക്രീസ് ചെയ്യും തോറും അയണിക് റേഡിയൈ എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ചാർജ് ഇൻക്രീസ് ചെയ്യും തോറും അയണിക് റേഡിയൈ അവിടെ ചാർജ് ഇൻക്രീസ് ചെയ്യും തോറും അയണിക് റേഡിയൈ ഡിക്രീസ് ചെയ്യും. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അതിന്റെ ഓർഡർ ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. അടുത്ത മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. ഓൾ ട്രാൻസിഷൻ എലമെന്റ്സ് ഹാവ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് കേട്ടോ. പൊതുവെ ട്രാൻസിഷൻ എലമെന്റ്സിന് എന്താ വരുന്നത്? എസ് ബ്ലോക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹയർ മെൽറ്റിംഗ് പോയിന്റാ വരുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് കേട്ടോ. അങ്ങനെ സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ആസ് വെൽ എസ് അൺപെയർഡ് ഡി ഇലക്ട്രോൺസ് ഉണ്ട് അവിടെ. അപ്പൊ ആ രണ്ട് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? ഹയർ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. നെക്സ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ ആണ്. ഓൾ ട്രാൻസിഷൻ മെറ്റൽസ് possess 1 or 2 electrons in their outermost shell. എല്ലാ ട്രാൻസിഷൻ എലമെന്റ്സിനും എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 or 2 ഇലക്ട്രോൺസ് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ മെറ്റാലിക് നേച്ചർ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓൾ ആർ ഹാർഡ്, ഡക്ടൈൽ ആൻഡ് മാലിബിൾ സോളിഡ്സ് കേട്ടോ. സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് ഉണ്ട്. മെർക്കുറി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും എന്തുണ്ട്? അവർ ഹാർഡാണ്, ഡക്ടൈൽ ആണ്, അതുപോലെ മാലിബിൾ ആണ്. ഓക്കെ, ആൻഡ് ഇവരുടെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് HCP ഹെക്സോണൽ ക്ലോസ് പാക്കിംഗ് ഒക്കെയാണ്. ക്രിസ്റ്റൽ ലാറ്റിസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ആവാം. ഇത് വേണമെങ്കിലും ആവാം. HCP ആവാം, BCC ആവാം, അതുപോലെ CCP ക്രിസ്റ്റൽ ലാറ്റിസ് ആവാം.
അതുപോലെ ഡ്യൂ ടു സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് ട്രാൻസിഷൻ മെറ്റൽസ് ആർ ഹാർഡ്. അത് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ അവരെന്താണ്, ഹാർഡ് ആണ്. അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ഉണ്ട് അവർക്ക്. അതുപോലെ ഹൈ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ഓക്കെ, ഡ്യൂ ടു മെറ്റാലിക് ബോണ്ടിങ് ദീസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അവർ നല്ലൊരു ഹീറ്റിനും ഇലക്ട്രിസിറ്റിക്കും ഗുഡ് കണ്ടക്ടർ ആണ്. ദെൻ ട്രാൻസിഷൻ മെറ്റൽസ് ഫോം ന്യൂമറസ് യൂസ്ഫുൾ അലോയ്സ് വിത്ത് മെറ്റൽ. അലോയ് എന്താണെന്ന് അറിയാമല്ലോ. ഓക്കെ, സോ അലോയ്സ് മെറ്റൽസുമായിട്ട് അവർ എന്ത് ഫോർമേഷൻ നടത്തുന്നുണ്ട്? അലോയ് ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് അയണൈസേഷൻ എനർജി ആണ്. അയണൈസേഷൻ എനർജി ഓഫ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് എസിന്റെയും പിന്റെയും ഇടയ്ക്കാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഷോയിങ് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ദാൻ എസ് ബ്ലോക്ക്. എസ് ബ്ലോക്കിനേക്കാളും ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറാണ് അവർ കാണിക്കുന്നത്. സ്മോളർ അറ്റോമിക് സൈസ് ആൻഡ് ഫെയർലി ഹൈ അയണൈസേഷൻ എനർജി ഇസ് നോട്ടീസ്ഡ് കേട്ടോ. ഒരു സൈസ് കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ എന്ത് കൊടുക്കണം? ഹൈ എനർജി കൊടുത്താൽ മാത്രമാണ് നമുക്ക് അവിടെയുള്ള ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈ അയണൈസേഷൻ എനർജിയാണ് അവിടെ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിയാക്ടിവിറ്റി ആണ്. ട്രാൻസിഷൻ മെറ്റൽസ് ആർ ലെസ് റിയാക്റ്റീവ് ദാൻ എസ് ബ്ലോക്ക് എലമെന്റ്സ്. അവര് എസ് ബ്ലോക്ക് എലമെന്റ്സിനെക്കാളും എന്താണ്, ലെസ് റിയാക്റ്റീവ് ആണ്. ലോ റിയാക്ടിവിറ്റിന്റെ കാരണമാണ് രണ്ടെണ്ണം പറയുന്നത്. ഒന്ന് ഹൈ അയണൈസേഷൻ എനർജി, അതായത് ഹൈ അയണൈസേഷൻ എനർജി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്താണ് റിയാക്ഷൻ നടക്കുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത് എന്താ വെച്ച് കഴിഞ്ഞാല് എക്സിസ്റ്റൻസ് ഓഫ് മെറ്റാലിക് ബോണ്ടിങ് ആണ് എമംഗ് ആറ്റംസ് വിച്ച് ഗീവ് റൈസ് ടു ഹയർ ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ. അപ്പൊ ഈ രണ്ട് ഇതുള്ളത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസിഷൻ മെറ്റൽസ് ലെസ് റിയാക്റ്റീവ് ആണെന്ന് പറയാനായിട്ടുള്ള കാരണം. നെക്സ്റ്റ് എന്താ, വേരിയബിൾ വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് ദേ ഷോ വേരിയബിൾ വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെ? മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ വേരിയബിൾ വാലൻസി ഓർ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ബിക്കോസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡീസപ്ഷൻ. ഡീസപ്ഷനിന്റെ അവരെപ്പോഴും എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കില്ല, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് NS ആൻഡ് N-1 ഇൻറ്റു ഡി ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നത്. അതായത് NS കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളെപ്പോഴും ഡി ബ്ലോക്ക് എഴുതുമ്പോൾ 4s3d അങ്ങനെയല്ലേ എഴുതുക. 4s2 3d6 ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, അപ്പൊ ഇവരുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഓഫ് കമ്പയറബിൾ എനർജീസ്. ഇവർ രണ്ടുപേരും എന്താ, ഏകദേശം സിമിലർ എന്ന് പറയാൻ പാടില്ല, സിമിലർ എനർജിയാണ് ഇവർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരാ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്, നമ്മുടെ ഡി ബ്ലോക്കില് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് അവിടെ ഷോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കുറച്ച് എലമെന്റ്സിനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. SE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡിയം ആണ്. അപ്പൊ സ്കാൻഡിയം ഷോ ചെയ്യുന്നത് ഏതൊക്കെയാ, +2ഉം +3ഉം ആണ് വരുന്നത്. ദെൻ ടൈറ്റാനിയം ആണെങ്കിൽ +2 +3 +4 കണ്ടു. ദെൻ വനേഡിയം, ക്രോമിയം, മാംഗനീസ് കണ്ടു. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് വരുന്നത് കേട്ടോ. The transition elements in their lower oxidation states usually form ionic compounds. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ട്രാൻസിഷൻ എലമെന്റ്സിൽ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളവര് ഏത് കോമ്പൗണ്ടാ ഫോർമേഷൻ ഉണ്ടാവുക അവിടെ, അയണിക് കോമ്പൗണ്ട് ഫോർമേഷൻ, അതായത് അയണിക് ബോണ്ട് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ +2 +3 കാണിക്കുന്ന ആൾക്കാരാണ് ഈ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഷോ ചെയ്യുന്നത്. ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കോവാലന്റ് ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MnCl2, അതിൽ Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കൂ, ഹാസ് Mn2+ അയോൺ വേറസ് KMnO4 Mn എക്സിസ്റ്റിംഗ് +7 സ്റ്റേറ്റ്. നോക്കൂ, അതായത് മാംഗനീസിനെ തന്നെ രണ്ട് കോമ്പൗണ്ട് ആണ് ഈ കാണിക്കുന്നത്. ഒന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് MnCl2 ആണ്, മാംഗനീസ് ക്ലോറൈഡ് ആണ്. അപ്പൊ അതിനകത്ത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. നമ്മൾ പറഞ്ഞു +2 എന്ന് പറയുന്നത് എന്താ, ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളവർ എന്ത് കോമ്പൗണ്ട്സ് അവിടെ ഫോം ചെയ്യുന്നത്, അയോണിക് കോമ്പൗണ്ട്സ് ആണ്, അല്ലെ? അപ്പൊ അത് അവർ പറയുന്നത് MnCl2 എന്ന് പറയുന്നത് ഒരു അയണിക് കോമ്പൗണ്ട് ആണ്. വേറസ് KMnO4 പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്. അതിനകത്ത് നമ്മുടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതെന്താ, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്ത് ഫോം ചെയ്യുക, കോവലന്റ് ക്യാരക്ടർ ആണ് ഫോം ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ KMnO4 കോവലന്റ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, അതാ പറഞ്ഞു വന്നു കേട്ടോ. സം ട്രാൻസിഷൻ മെറ്റൽസ് ഓൾസോ എക്സിബിറ്റ് സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ചില ആൾക്കാർ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർ എന്ത് ചെയ്യാറുണ്ട്,
കാണിക്കാറുണ്ട്. അതിന് മെയിൻ എക്സാമ്പിൾ ആണ് ഈ കാർബോണിൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കാർബോണിൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO എന്ന് വരുന്ന കോമ്പൗണ്ട് ആണ് കാർബോണിൽസ് എന്ന് പറയുന്നത്. നിക്കലിന്റെയും അതുപോലെ തന്നെ അയണിന്റെയും നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണത്. Ni കണ്ടോ, നിക്കൽ ടെട്രാ കാർബോണിലാണത്. NiCO 4 ടൈംസ്, അതുപോലെ തന്നെ FeCO 5 ടൈംസ്. ഇവർക്കെല്ലാം എന്താ വരുന്നത്, സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. നിക്കലിന് അവിടെ സീറോ ആയിരിക്കും, അതുപോലെ Feക്കും അതിനകത്ത് എന്തായിരിക്കും, സീറോ ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്. The highest oxidation state of transition metals are found in their compounds with fluorine and oxygen. ഇവർക്ക് രണ്ടുപേർക്കാണ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹയർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണുള്ളത്, അതുപോലെ സ്മോൾ സൈസ് ആണുള്ളത്. അപ്പോൾ ഈ രണ്ട് റീസൺ വെച്ചിട്ടാണ് ഇവർക്ക് എന്താണ് ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നും പറയാനായിട്ട് കാരണം കേട്ടോ. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് കളർ. ഓക്കെ, അപ്പൊ ഈ കളർ എങ്ങനെ ഫോം ചെയ്യാന്നുള്ളത് ആദ്യം നോക്കുക. എങ്ങനെയാണ് സബ്സ്റ്റൻസ് എപ്പോഴാണ് കളർ ഫോം ചെയ്യുന്നത്? ദേ അബ്സോർബ് ലൈറ്റ് ഓഫ് പെർട്ടിക്കുലർ വേവ് ലെങ്ത്. ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ശ്രദ്ധിക്കേണ്ടത് വിസിബിൾ റീജിയനിലായിരിക്കണം. പെർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള വിസിബിൾ റീജിയനിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യും നമ്മൾ, അല്ലെ? അബ്സോർബ് ചെയ്യും. അങ്ങനെ അവിടെ ലൈറ്റ് ഓഫ് അതർ വേവ് ലെങ്ത് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കോംപ്ലിമെന്ററി കളർ ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന് എക്സാമ്പിൾ നോക്കുക, അവിടെ വേവ് ലെങ്ത്തിന്റെ ആ ഒരു റേഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ലെസ് ദാൻ 400 ആണെന്നുണ്ടെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത് എവിടെയാ, UV റീജിയനിലുള്ള കളറാണ് എന്ത് ചെയ്യുക അവിടെ അബ്സോർബ് ചെയ്യുക. അപ്പൊ നമുക്ക് കാണുന്ന കളർ എന്ന് പറയുന്നത് വൈറ്റ് അല്ലെങ്കിൽ കളർലെസ് ആയിട്ടാണ് കാണുന്നത്. കണ്ടു, ഇപ്പൊ വയലറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ ഗ്രീൻ കാണും. അതായത് ദ കളർ കോംപ്ലിമെന്ററി ടു ദാറ്റ്, അതായിരിക്കും നമുക്ക് എന്തായിട്ട് കാണുന്നത്, വിസിബിൾ ആയിട്ട് അവിടെ കാണുന്നുണ്ടാവുക. ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഡയമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അറിയേണ്ട കാര്യം, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, ഓക്കെ, അതിന് നമ്മൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ്, ഇല്ലെങ്കിൽ അതെന്താണ്, ഡയമാഗ്നറ്റിക് ആണ് കേട്ടോ. അതായത് പെയർഡ് ആണെങ്കിൽ ഡയമാഗ്നറ്റിക്, അങ്ങനെ ആലോചിച്ചാൽ മതി. ആൻഡ് അങ്ങനെയുള്ള സബ്സ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൽ അവർ വീക്ക്ലി റിപ്പൽഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ പാരാമാഗ്നറ്റിക് എടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതുപോലെ ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, മാഗ്നറ്റിസം അവിടെ ലൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ പാരാമാഗ്നറ്റിക്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ടാവും, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള സബ്സ്റ്റൻസുകൾക്കാണ് എന്ത്, മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അവിടെ വരുന്നത്. സോ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് μ √n × n+2 എന്ന് പറയുന്നത് കേട്ടോ. ബി എന്ന് പറഞ്ഞാൽ ബോർ മാഗ്നറ്റ് ആണ്, അതിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് കേട്ടോ. അൺപെയർഡ് ഇലക്ട്രോൺസ്, അതായത് ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക. ആ നമ്പർ എന്ത് ചെയ്യുക, ഈ എന്നിന്റെ പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് ആ ഒരു പെർട്ടിക്കുലർ എലമെന്റിന്റെ മെറ്റലിന്റെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കൂ, ഇനിയാണ് സം ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. കുറച്ച് ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ആണ്. സോ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ കുറച്ച് പ്രോപ്പർട്ടിയും അതിന്റെ യൂസും പഠിക്കും. അത് ഓൾസോ എന്തിൽ വരും, ആപ്ലിക്കേഷനകത്ത് വരുന്ന കാര്യങ്ങൾ തന്നെ കേട്ടോ. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കുക. ഒന്നാമത്താണ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത്. ക്രോമേറ്റ് അയോണിന്റെ അതുപോലെ തന്നെ ഡൈക്രോമേറ്റ് അയോണിന്റെയും ഷേപ്പ്, സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം, ചെറിയ വ്യത്യാസമാണ് ഉള്ളത്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കൂ. The chromate and dichromate are interconvertible in aqueous solution. ഓക്കെ, അതായത് ഒരു സൊല്യൂഷന്റെ pH-നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, aqueous സൊല്യൂഷനിൽ ക്രോമേറ്റിനെയും ഡൈക്രോമേറ്റിനെയും നമുക്ക് ഇന്റർ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതുപോലെ ക്രോമേറ്റ് അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡൈക്രോമേറ്റ് കിട്ടും. ഓക്കെ, ക്രോമേറ്റ് അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡൈക്രോമേറ്റും, ഡൈക്രോമേറ്റ് ആൽക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമേറ്റ് നമുക്ക് എന്ത് ചെയ്യും, ഒബ്റ്റെയിൻ ചെയ്യും കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കാം. Then the oxidation state of chromium in chromate and dichromate is in the +6 ആണ്. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ വരുന്നത് +6 ആണ്. ഓക്കെ, ഇനി അതിന്റെ സ്ട്രക്ചേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു അല്ലെ. ക്രോമേറ്റ് നമ്മൾ CrO4 2- ഡൈക്രോമേറ്റിലെ Cr2O7 2- നമ്മൾ പറയുക അതിന്. ഇനി ദ ക്രോമേറ്റ് ആണ് ടെട്രാഹെഡ്രൽ വേറസ് ഡൈക്രോമേറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ടെട്രാഹെഡ്രൽ അവിടെ ഉണ്ട്. ഷെയർ ദ കോണർ അല്ലെ, നമുക്ക് കാണുമ്പോൾ അറിയാലോ. ക്രോമേറ്റ് ടെട്രാഹെഡ്രൽ ആണ്, ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടെട്രാഹെഡ്ര വന്ന് എന്ത് ചെയ്യുന്ന ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിന്റെ യൂസസ് കണ്ടോ. അപ്പൊ ഇതെല്ലാം അപ്ലിക്കേഷൻസിനകത്ത് നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ.
As a volumetric reagent in the estimation of reducing agents such as oxalic acid, ferrous ions, iodide ions, etc. അതായത് നമ്മുടെ വോളിമെട്രിക് ഉണ്ടല്ലോ, നമ്മുടെ ലാബിനകത്ത് ഉപയോഗിക്കുന്ന വോളിമെട്രിക് ടൈട്രേഷൻസ്, അപ്പൊ അതിനകത്ത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഉപയോഗിക്കും. അതായത് ഓക്സാലിക് ആസിഡിന്റെ എസ്റ്റിമേഷൻ, അതുപോലെ ഫെറസ് അയോൺസിന്റെ മോൾ സോൾട്ട് ഉപയോഗിച്ചിട്ടുള്ള എസ്റ്റിമേഷൻ ഉണ്ടല്ലോ, അതുപോലെ ഓക്സാലിക് ആസിഡ് ഉപയോഗിച്ചിട്ടുള്ള എസ്റ്റിമേഷൻ, അപ്പൊ അതിന്റെ എല്ലാം എന്ത്, ഇതിന് നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിക്കും. നമുക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു യെല്ലോ കളർ, യെല്ലോ ഓറഞ്ച്, യെല്ലോ അല്ല ഒരു ഓറഞ്ച് യെല്ലോ, അങ്ങനെ ഒരു അങ്ങനെ രണ്ടും കൂടെ കലർന്നൊരു കളർ. അപ്പൊ ആ ഒരു കളറിൽ നമ്മൾ ബ്യൂററ്റിൽ എടുക്കുന്ന ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇവിടെ. റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് അവിടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് K2Cr2O7, അതായത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കേട്ടോ. അടുത്തത് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സെവറൽ ക്രോമിയം കോമ്പൗണ്ട്സ് സച്ച് ആസ് ക്രോം ആലം, ക്രോം യെല്ലോ, ക്രോം റെഡ്, സിങ്ക് യെല്ലോ. ഓക്കെ, ഇതിന്റെ പ്രിപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കും. അതുപോലെ ഡൈയിങ്, ക്രോം ടാനിങ്, കാലിക്കോ പ്രിന്റിംഗ്, ഫോട്ടോഗ്രാഫി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഡൈയിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കളറിങ് കൊടുക്കുക, ക്രോം ടാനിങ്. കാലിക്കോ പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു പഴയ ഒരു രീതിയിലുള്ള പ്രിന്റിംഗ് ആണ്. ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി അറിയാവുന്നേ ഉള്ളൂ. പഴയ രീതിയിലുള്ളത്, ഒരു ഓൾഡിസ് കാര്യമാണ്, ഇപ്പൊ പുതിയതല്ല, പഴയ രീതിയിലുള്ള പ്രിന്റിംഗ് ആണത്. ദെൻ ഫോട്ടോഗ്രാഫി, ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ ക്രോമിക് ആസിഡ് ഉണ്ട് കേട്ടോ. ക്രോമിക് ആസിഡ് ഇത് ഇയാൾ എന്തിനാ ഉപയോഗിക്കുന്നത്, ഗ്ലാസ് വെയർ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പല എക്സാമുകളിലും പഠിച്ചു തന്നെയാണ്. എന്താ, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർ എന്നുള്ള ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ക്രോമിക് ആസിഡ് ക്ലെൻസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതൊരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചതാട്ടോ, ക്രോമിക് ആസിഡിന്റെ കേസ്. ഏത് എക്സാം ആണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. പക്ഷെ ടെക്നിക്കൽ എക്സാം തന്നെയാണ്, നമ്മുടെ കെമിസ്ട്രിയെ ബേസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ എക്സാം ആണ് PSCയുടെ. അതിനകത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, ക്രോമിക് ആസിഡ്. ദെൻ ഈ ക്രോമിക് ആസിഡിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ഉണ്ട്, അതാണ് സൾഫ്യൂരിക് ആസിഡ്. അതിന്റെ ആ ഒരു മിക്സപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്ലാസ് വെയർ ക്ലീനിങ് നടത്തുന്നത് കേട്ടോ. അതുകൂടെ അറിഞ്ഞു വെച്ചോളൂ. ദെൻ ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് മാഗ്നറ്റേറ്റ് ആൻഡ് പെർമാഗ്നേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്നത് ഡാർക്ക് പേർപ്പിൾ ക്രിസ്റ്റൽസ് ആണ്. കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് KMnO4. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറും കൂടെ ആയിരിക്കും അല്ലേ അത്. ഓക്കെ, ദർ ഐസോസ്ട്രക്ചറൽ വിത്ത് KClO4. ഓക്കെ, നോക്കൂ, വെൻ ഹീറ്റഡ് ഇറ്റ് ഡീകമ്പോസസ് ആൻഡ് ലിബറേറ്റ് ഓക്സിജൻ. അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഡീകമ്പോസ് ചെയ്ത് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യും. അതുപോലെ KMnO4 ആസിഡ് മീഡിയത്തിൽ ഓക്സിഡേഷൻ റിയാക്ഷൻസ് തരും. ഓക്കെ, ആസിഡ് മീഡിയത്തിൽ ഓക്സിഡേഷൻ റിയാക്ഷൻസ് അവിടെ തരും. പക്ഷേ ആസിഡ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആസിഡും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ H2SO4 സൾഫ്യൂരിക് ആസിഡ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരിക്കലും HClO, HNO3 നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ HCl KMnO4 ആയിട്ട് റിയാക്ട് ചെയ്ത് ക്ലോറിൻ എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ നൈട്രിക് ആസിഡ് HNO3 ആണെന്നുണ്ടെങ്കിൽ HNO3 തന്നെ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവരൊന്നും നമ്മൾ ആസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യാൻ പാടില്ല. ഓൺലി നമ്മൾ എന്ത് ആഡ് ചെയ്യണം, സൾഫ്യൂരിക് ആസിഡ് മാത്രമേ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് അതിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടു, അതിന്റെ കളറിന് വ്യത്യാസമുണ്ട്. മാഗ്നറ്റേറ്റ് ആണെങ്കിൽ അത് ഗ്രീനും, പെർമാഗ്നേറ്റ് ആണെങ്കിൽ അത് പേർപ്പിളും ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഗ്രീൻ മാഗ്നറ്റേറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ആണ് അവര്. ഓക്കെ, വിത്ത് 1 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത്, അതുകൊണ്ട് പാരാമാഗ്നറ്റിക് ആണ്. അതുപോലെ നമ്മുടെ പെർമാഗ്നേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആളെന്താ, ഡയാമാഗ്നറ്റിക് ആണ്. വിച്ച് മീൻസ് അവിടെ എന്തില്ല, അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല കേട്ടോ. ദെൻ യൂസസ് നോക്കൂ, ഇതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഇൻ ആസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ മീഡിയം. അത് നമുക്കറിയാലോ, നമ്മൾ പെർമാഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് അറിയുന്നതാണ് ടൈട്രേഷന്റെ കേസിൽ അല്ലെ. പെർമാഗ്നോമെട്രിയിൽ നമ്മൾ ആരായിട്ട് ബ്യൂററ്റിൽ എടുക്കുന്ന ആരാ, നമ്മുടെ KMnO4 അല്ലേ, അറിയാലോ, എല്ലാവരും ചെയ്ത് കാണുമല്ലോ. പെർമാഗ്നോമെട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ അതൊരു വോളിമെട്രിക് ഇതാണ്. നോക്കിയിട്ട് യൂസ്ഡ് ആസ് എ പ്രൈമറി സ്റ്റാൻഡേർഡ്. കണ്ടോ, പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് വോളിമെട്രിക് അനാലിസിസിൽ ഉപയോഗിക്കുന്ന ആളാണ്. എന്താ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് അറിയാലോ, ഡയറക്റ്റ് വെയിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അവരെ നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രോസസ്സിലൂടെ അതിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടൈട്രേഷന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. സോ KMnO4 എന്ന് പറയുന്നത് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ്. ബിക്കോസ് വി ക്യാൻ ഈസിലി വെയിറ്റ് ഇറ്റ്. ഡയറക്റ്റ് വെയിങ് വഴി നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ആണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ബ്ലീച്ചിങ് ഓഫ് വൂൾ, കോട്ടൺ, സിൽക്ക് ആൻഡ് അതർ ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് ആൻഡ് ഓൾസോ
ഫോർ ദ ഡീകളറേഷൻ ഓഫ് ഓയിൽസ്. അപ്പൊ ഇതും അതിന്റെ യൂസുകളാണ്, ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന ഒരു പേരാണ് ലൂണാർ കോസ്റ്റിക്. സിൽവർ നൈട്രേറ്റിന് പറയുന്ന പേരാണ് ലൂണാർ കോസ്റ്റിക് കേട്ടോ. ബിക്കോസ് അതെന്താ, സ്കിന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേണിംഗ് സെൻസേഷൻ വരും. ബേണിംഗ് സെൻസേഷൻ ദാറ്റ് ഓഫ് എ കോസ്റ്റിക് സോഡ വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഫൈൻലി ഡിവൈഡഡ് സിൽവർ. അതൊരു ബ്ലാക്ക് കളർ, ഓക്കെ, ഒരു ബ്ലാക്ക് കളർ ഫോർമേഷൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അതിനെ ലൂണാർ കോസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ, വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ നഖത്തില് ആക്കി തരുന്നില്ലേ, അതെന്താ, അത് സിൽവർ നൈട്രേറ്റ് ആട്ടോ. ഓക്കെ, നമുക്ക് ബേണിംഗ് പ്രോസസ് ഒന്നും ഉണ്ടാവുന്നില്ല, കാരണം അവർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് വേറെ മിക്സപ്പും ചെയ്യുന്നുണ്ട് അതിനകത്ത് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ബേണിംഗ് സെൻസേഷൻ ഒന്നും വരാത്തത്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ചുമ്മാ പറഞ്ഞതാ അറിയാനായിട്ട്. നെക്സ്റ്റ് ആണ് സിൽവറിംഗ് ഓഫ് മിറർ. ഓക്കെ, നോക്കൂ, ദ പ്രോസസ് ഓഫ് ഡെപ്പോസിറ്റിംഗ് എ തിൻ ആൻഡ് യൂണിഫോം ലെയർ ഓഫ് സിൽവർ ഓൺ എ ക്ലീൻ ഗ്ലാസ് സർഫേസ് ഇസ് നോൺ ആസ് സിൽവറിംഗ് ഓഫ് മിറർ. അതായത് ഒരു ക്ലീൻ ഗ്ലാസ് സർഫേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിൽവറിനെ കോട്ട് ചെയ്യുക, അല്ലെ, തിന്നായിട്ടുള്ള രീതിയിൽ കോട്ട് ചെയ്യുക, അതാണ് സിൽവറിംഗ് ഓഫ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എംപ്ലോയ്ഡ് ഫോർ മേക്കിംഗ്, എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, ലുക്കിംഗ് ഗ്ലാസസ്, കോൺകേവ് മിറേഴ്സ്, അതുപോലെ റിഫ്ലക്റ്റിംഗ് സർഫേസസ്, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പ്രോസസ് ബേസ് ചെയ്തിട്ടുള്ളത് റിഡക്ഷൻ ഇൻ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. എന്താ ഈ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എന്ന് അറിയാവോ? അറിയോ അത്, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ? ടോളറൻസ് റിയേജന്റ് എന്ന് പറയാട്ടെ. നമ്മൾ ടെസ്റ്റിനായിട്ട് ഉപയോഗിക്കുന്നതന്നെ ടോളറൻസ് റിയേജന്റ് കേട്ടിട്ടില്ലേ? അതിന്റെ കെമിക്കൽ നെയിമാണ് അമോണിയക്ക് സിൽവർ. ആൽഡിഹൈഡ് കീറ്റോൺസിനെ എല്ലാം തിരിച്ചറിയാനായിട്ടുള്ള ടെസ്റ്റ്, ടോളറൻസ് ടെസ്റ്റ്, അതാണ് ഈ അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ റിഡക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ് അവിടെ നടക്കുന്നത്. അതുപോലെ അതിനകത്ത് റെഡ്യൂസിങ് ഏജൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ, അത് ഫോമാൽഡിഹൈഡ്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് എക്സെട്ര, അങ്ങനെയുള്ള റെഡ്യൂസിങ് ഏജൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. The silver film deposited on the glass is first coated with a varnish and finally painted with a red lead to prevent its loss due to scrap. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സിൽവർ ഫിലിമിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യൂല, അപ്പൊ ഒരു തിൻ ഫിലിമാക്കി മാറ്റുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പോവാതിരിക്കാൻ, ആ ഒരു ലെയർ ഒക്കെ പോവാതിരിക്കാനായിട്ട് നമ്മൾ പെയിന്റ് ചെയ്യുന്നുണ്ട്. എന്ത് വെച്ചിട്ടാണ്, റെഡ് ലെഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെയിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണുള്ളത് സിൽവർ നൈട്രേറ്റിനെ കുറിച്ച്, ഇത്രയാ ഉള്ളത്. നെക്സ്റ്റ് ആണ് സിങ്ക് കോമ്പൗണ്ട്സ്. ഓക്കെ, സിങ്കിന്റെ അറ്റോമിക് നമ്പർ അറിയോ? 10. ലാസ്റ്റ് 3d10, 4:3d10. അതെ, 3d, 4:3d10 ആണ്. ഓക്കെ, 30 ആണ് വരുന്നത്. ഓക്കെ, അപ്പോ അതിൽ ആദ്യത്തെ കോമ്പൗണ്ട് സിങ്ക് ഓക്സൈഡ് ആണ് വരുന്നത്, ZnO അല്ലെ, സിങ്ക് ഓക്സൈഡ്. നമ്മൾ ചൈനീസ് വൈറ്റ് അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് റൂൾ എന്ന് പറയാറുണ്ട്, ഫിലോസഫേഴ്സ് റൂൾ കേട്ടോ. ഇത് നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്നത് സിങ്ക് സൈറ്റ്, അതുപോലെ റെഡ് സിങ്ക് ഓർ, ഈ രീതിയിലാണ് നമ്മൾ, അതിന്റെ ഒരു ഓറാണ് ഈ പറയുന്നത് സിങ്ക് സൈറ്റ് ഒക്കെ കേട്ടോ. ആ രീതിയിൽ നമ്മൾ കാണാറ്. ഒരു വൈറ്റ് പൗഡർ ആണ് സിങ്ക് എന്ന് പറയുന്നത്, വിച്ച് ബിക്കംസ് യെല്ലോ ഓൺ ഹീറ്റിംഗ്. ഓക്കെ, ഹീറ്റ് ചെയ്യുന്ന നേരത്ത് ഇതെന്ത് കളർ ചേഞ്ച് ചെയ്ത് യെല്ലോ ആയി മാറുന്നുണ്ട്. ആൻഡ് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റ് തന്നെ ആവും. കൂൾ ചെയ്യുന്ന നേരത്ത് അത് വൈറ്റ് തന്നെ ആവും. അതുപോലെ ഇത് ഇൻസോൾബിൾ ഇൻ വാട്ടർ ആണ്, ആൻഡ് 400 ഡിഗ്രി സെൽഷ്യസിൽ അത് സബ്ലൈം ആയി പോകും. ഓക്കെ, അതുപോലെ സിങ്ക് ഓക്സൈഡ് വൈറ്റ് ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ, നമ്മൾ പറഞ്ഞു തന്നെയാണ്, അതേ പോയിന്റ് തന്നെയാണ്, റിപ്പീറ്റേഷൻ വന്നതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് സിങ്ക് ഓക്സൈഡിന്റെ കേസിൽ വരുന്നത്. നെക്സ്റ്റ് സിങ്ക് ക്ലോറൈഡ് ആണ്. ഇത് ഡെലിക്വസെന്റ് ആണ്. ഓക്കെ, ഡെലിക്വസെന്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് സോളിഡ് ആണ്. നോൺ ഹൈഡ്രസ്, അത് കാര്യമാക്കണ്ട കേട്ടോ, അത് വിട്ട് കളഞ്ഞത്. അടുത്താണ് യൂസസ് ആണ്. ഒന്നാമത് നോക്കൂ, യൂസ്ഡ് ഫോർ ഇംപ്രഗ്നേറ്റിംഗ് ടിംബർ ടു പ്രിവെന്റ് ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ്. ഓക്കെ, അതായത് നമ്മൾ അറിയാലോ, ഈ തടികളിലെല്ലാം ഇൻസെക്ട്സ് കയറി ആ തടികളെല്ലാം നാശമായി വരുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലെ. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിങ്ക് ക്ലോറൈഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെന്റൽ ഫില്ലിംഗ് അല്ലെ, നമ്മുടെ പല്ലുകളിൽ ഹോൾസ് വരുമല്ലോ അല്ലെ, കേടുവന്നിട്ട്, അപ്പൊ അത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സിങ്ക് ഓക്സൈഡ്, സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന ആ ഒരു മിക്സ്ചർ അവിടെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് സിങ്ക് സൾഫൈറ്റ് എന്ന് പറയുന്നത്. ഐ ലോഷൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് സിങ്ക് സൾഫൈറ്റ്. നമ്മൾ ഐ ലോഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇൻ കേസ് നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. സിങ്ക് സൾഫൈറ്റ് ഉണ്ടാവും അതിനകത്ത്. അതുപോലെ ലിത്തോഫോൺ മേക്കിംഗ് ആസ് വൈറ്റ് പിഗ്മെന്റ്, ഇതാണ് അതിന്റെ യൂസ്. നെക്സ്റ്റ് ആണ് കോപ്പർ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ആദ്യത്തെയാണ് കോപ്പർ ഓക്സൈഡ്. കോപ്പർ ഓക്സൈഡ് ഇസ് ഇൻസോൾബിൾ ഇൻ വാട്ടർ
അതുപോലെ ഡൈല്യൂട്ട് ആസിഡിൽ അത് റെഡ്ലി ഡിസോൾവ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ് കോപ്പർ ക്ലോറൈഡ് ആണ്. അതൊരു ക്രിസ്റ്റലൈസ്ഡ് ആസ് CuCl2 ഓഫ് എമറാൾഡ് ഗ്രീൻ കളർ. അതിന്റെ കളർ ഇങ്ങനെയാ വരുന്നത് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ കേട്ടോ. അതുപോലെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഇൻ വാട്ടർ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. അത് നിങ്ങൾക്ക് അറിയില്ലേ, കോപ്പറിന്റെ കേസിൽ മിക്കവാറും കോപ്പർ സൾഫേറ്റ് ഒക്കെ അല്ലേ ബ്ലൂ കളർ കണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ ലാബുകളിൽ നമുക്ക് ഓർമ്മയുള്ളത് അതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും എന്താ ബ്ലൂ കളർ തന്നെയാണ്. ഓക്കെ, കാരണം അതിന്റെ കോംപ്ലക്സ് ഫോർമേഷൻ അവിടെ ഉള്ളത് കൊണ്ട്. അതുപോലെ കോൺസെൻട്രേറ്റഡ് HCl അല്ലെങ്കിൽ KCl added to dilute solution of CuCl2, the color changes into yellow owing to the formation of CuCl4 2-. ഓക്കെ, അതായത് നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യുന്നു, ആസിഡിക് സൊല്യൂഷൻസ് കോൺസെൻട്രേറ്റഡ് HCl അല്ലെങ്കിൽ KCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൈല്യൂട്ട് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളർ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം അതിന്റെ കോംപ്ലക്സ് ആ ഫോർമേഷൻ എന്താ CuCl4 2- ഫോം ചെയ്യുന്നത് കൊണ്ട്. നെക്സ്റ്റ് CuSO4 നമ്മൾ പറഞ്ഞ കോപ്പർ സൾഫേറ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഫോർമേഷൻ ഇങ്ങനെയായിരിക്കും, CuSO4 5H2 എന്നുള്ള രീതിക്കായിരിക്കും ഉണ്ടാവുക. ഇനി ഈ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. റീഗെയിൻസ് ഇറ്റ്സ് ബ്ലൂ കളർ വെൻ മോയിസ്റ്റൻഡ് വിത്ത് ഡ്രോപ്പ് ഓഫ് വാട്ടർ. ഓക്കെ, അതായത് വാട്ടറിന്റെ ടെസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ കോപ്പറിന്റെയും കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് അയൺ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് FeSO4 7H2O ഫെറസ് സൾഫേറ്റ് ആണത് അല്ലെ. നോക്കൂ, ഇറ്റ് അണ്ടർഗോസ് ഏരിയൽ ഓക്സിഡേഷൻ ഫോമിംഗ് ബേസിക് ഫെറസ് സൾഫേറ്റ്. ഓക്കെ, ഏരിയൽ ഓക്സിഡേഷൻ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിക് ഇതുമായിട്ട് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ബേസിക് ഫെറിക് സൾഫേറ്റ് അവിടെ ആയിട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് അക്വ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആസിഡിക് നേച്ചർ ആയിരിക്കും അവിടെ ഉണ്ടാവുക, ബിക്കോസ് അവിടെ ഹൈഡ്രോളിസിസ് നടക്കും. അതുകൊണ്ട് തന്നെ അക്വ സൊല്യൂഷൻ ആസിഡിക് നേച്ചർ ആണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഇൻ ദ റിഡ്യൂസിങ് ഏജന്റ് ആണ്. ആൻഡ് ഈ കോമ്പൗണ്ടിന് ഡബിൾ സോൾട്ട് ഫോർമേഷന് എന്താണ് കഴിവുണ്ട് കേട്ടോ. ഇറ്റ് ഫോംസ് ഡബിൾ സോൾട്ട്. നെക്സ്റ്റ് FeO ഫെറസ് ഓക്സൈഡ് ആണ്. ബ്ലാക്ക് ആണ് കളറ്. ഇതില് ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആണ്. അതുപോലെ കൂൾ ചെയ്യുന്ന നേരത്ത് അവർ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് Fe3O4 ആൻഡ് അയോണായിട്ട് അവിടെ അയണായിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫെറിക് ക്ലോറൈഡ്. അത് ഡെലിക്വസെന്റ് ആണ്, എയറിൽ ഡെലിക്വസെന്റ് ആണ്. ഓക്കെ, FeCl3 പോലെ. അതുപോലെ വാട്ടർ സോളിബിൾ ആണ്, ആൽക്കഹോൾ സോളിബിൾ ആണ്, ഈതർ സോളിബിൾ ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇൻ ദ കോവാലന്റ് നേച്ചർ കേട്ടോ. കോവാലന്റ് നേച്ചറിലാണ് അവർ കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ 1000 ഡിഗ്രി സെൽഷ്യസിൽ അവർ വോളറ്റൈസ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് വോളറ്റൈസ് ചെയ്യും. ആൻഡ് വേപ്പർ ഡെൻസിറ്റി ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് Fe2Cl4. അതായത് Fe2Cl4 ഫോർമേഷനുള്ള കഴിവ് കൂടെ ആർക്കുണ്ട്, FeCl2 ഉണ്ട്. ഓക്കെ, അതുപോലെ 1300 ഡിഗ്രി സെൽഷ്യസിൽ ഡെൻസിറ്റിയിൽ അവരെന്താവും, നോർമൽ ആവും. ഓക്കെ, 1000 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ പറയുന്ന ചേഞ്ചസ് അവിടെ വിസിബിൾ ആയിട്ട് കാണുക. ഇറ്റ് ഓക്സിഡൈസസ് ഓൺ ഹീറ്റിംഗ് ഇൻ എയർ. എയറിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ H2 ഇവോൾവ്സ് ഓൺ ഹീറ്റിംഗ് ഇൻ സ്റ്റീം. ഓക്കെ, ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ആസ് ഡിഫറെന്റ് ഹൈഡ്രേറ്റഡ് ഫോംസ്. അവരുടെ ഹൈഡ്രേറ്റഡ് ഫോംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഹൈഡ്രേറ്റഡ് ഫോംസിന് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളറും കൂടെ അതിനകത്തുണ്ട്. കണ്ടോ, FeCl2 2H2 ആണെന്നുണ്ടെങ്കിൽ അത് കളർലെസ് തന്നെയാണ്. അതുപോലെ 4H2 ആണെങ്കിൽ അത് പെയിൽ ഗ്രീനും 6H2O ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ കളറുമാണ് ഷോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് FeCl3. അൻഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റാലിക് അയൺ സ്ട്രീമിൽ, മെറ്റാലിക് അയൺ എന്ന് പറയുന്നത് ഒരു ഡ്രൈ ക്ലോറിൻ ഗ്യാസിന്റെ സ്ട്രീമിൽ ഹീറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഫെറിക് ക്ലോറൈഡ്, അൻഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു സോളിഡ് ആണ്, ഇൻ ബ്ലാക്ക് ഇൻ കളർ, സോളിഡ് ബ്ലാക്ക് ഇൻ കളർ ആണ്. ഇനി 300 ഡിഗ്രി സെൽഷ്യസിൽ അത് സബ്ലൈം ചെയ്യും. അങ്ങനെ ഒരു ഡൈമറിക് ഗ്യാസ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് FeCl3 ഡിസോൾവ് ചെയ്യും. അത് ഏതിലേക്കാ, ഈത്തറിലും വാട്ടറിലും ഡിസോൾവ് ചെയ്യും, ഗിവിംഗ് സോൾവേറ്റഡ് മോണോമറിക് സ്പീഷീസ്. അതുപോലെ അയൺ 3 ക്ലോറൈഡ് നമ്മളിപ്പോ പറഞ്ഞു തന്നെയാ കേട്ടോ, FeCl3 തന്നെയാണ്, അതാണ് അയൺ 3 ക്ലോറൈഡ്. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് യൂഷ്വലി ഒബ്റ്റൈൻഡ് ഇൻ യെല്ലോ ബ്രൗൺ ലംസ് ഓഫ് ദ ഹൈഡ്രേറ്റ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്റ്റൈൻ ചെയ്യുന്നുണ്ട്. യെല്ലോ ബ്രൗൺ ലംസ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടും കേട്ടോ. ഇറ്റ് ഈസ് വെരി സോളിബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ഹൈലി സോളിബിൾ ആണ്. അതുപോലെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡൈയിങ്ങിൽ മോർട്ടന്റ് ആയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ കുറച്ച് മെറ്റൽസിനെ നമ്മൾ എടുത്തത്, അതിനകത്തുള്ള അവരുടെ യൂസസും പ്രോപ്പർട്ടീസും ആണ് ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ളത് F ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസാണ്.
ഓക്കെ, എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്ലേസ് എവിടെയാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും താഴെ വരുന്ന കേസാണ് അല്ലെ. അപ്പൊ അതിന്റെ പേരുകൾ എന്താ? നമ്മൾ അതിനെ പറയുന്ന വേറൊരു പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത്? കാരണം നമുക്കറിയാം ട്രാൻസിഷൻ എലമെന്റ്സിനകത്ത് കാണപ്പെടേണ്ട അറ്റോമിക് നമ്പേഴ്സ് ആണ്. അവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ട്രാക്ട് ചെയ്ത് വേറൊരു പോർഷനിൽ കൊണ്ട് വെച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നുണ്ട്. ദ എലമെന്റ്സ് ഇൻ വിച്ച് ദ അഡീഷണൽ ഇലക്ട്രോൺസ് എൻറ്റേഴ്സ്, അപ്പൊ അതായത് ഇലക്ട്രോൺസ് എൻറ്റർ ചെയ്യുന്ന എവിടെയായിരിക്കും? n-2 into f ഓർബിറ്റേഴ്സിലായിരിക്കും അവിടെ ഇലക്ട്രോൺസ് എൻറ്റർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് പറയുന്നു? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് നോക്കൂ, n-2 f 0 to എന്നല്ലാതെ 2 to 14 എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് റേസ് ടു വരേണ്ടതാണ് ആക്ച്വലി. ഓക്കെ, അതുപോലെ d⁻0 ആവാം, 1 ആവാം, 2 ആവാം. ഓക്കെ, അതുപോലെ ns2 അങ്ങനെയാണ് വരുന്നത്. ഇതിനെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. നെക്സ്റ്റ് നോക്കൂ, 4f ബ്ലോക്ക് എലമെന്റ്സും അതുപോലെ 5f ബ്ലോക്ക് എലമെന്റ്സും ഉണ്ട് അല്ലെ. അതിൽ 4f ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ലാന്തനൈറ്റ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെയറത്ത് എലമെന്റ്സ് എന്നും പറയാറുണ്ട്. 5f ബ്ലോക്ക് എലമെന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ആക്ടിനൈറ്റ്സ് അല്ലെങ്കിൽ ആക്ടിനോൺസ് കേട്ടോ. നമുക്കറിയാം ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് അറിയാലോ. ലാന്തനൈഡ് ആൻഡ് ആക്ടിനൈഡ് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ലന്താനം എന്ന് പറയുന്ന എലമെന്റ് അല്ലെ, ലന്താനം എന്ന് പറയുന്ന എലമെന്റ് തൊട്ടാണ് ലാന്തനൈറ്റ്സ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ആക്ടീനിയം എന്ന് പറയുന്ന എലമെന്റ്സ് തൊട്ടാണ് ആക്ടിനോയിഡ്സ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് വന്നതും അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അതിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, അതായത് അവർ മിക്കവാറും +3 അയോൺസ് അവിടെ ഫോം ചെയ്യും. ചിലവർ +2 +4 ഫോം ചെയ്യാറുണ്ട്. അതുപോലെ കളേഴ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതായത് FF ട്രാൻസിഷൻ ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് അങ്ങനെ ഉണ്ടാവുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ലന്താനം, ലുട്ടീഷ്യം കണ്ടു, അവർക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് അവിടെ ഇല്ല, അതുകൊണ്ട് പാരാമാഗ്നറ്റിക് ആണ്. ബാക്കി ഏകദേശം എല്ലാവരും while all other tri-positive ions of lanthanides are paramagnetic കേട്ടോ. ലന്താനം, ലുട്ടീഷ്യം അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, സോ അവർ ഡയാമാഗ്നറ്റിക് ആണ്. ഡു നോട്ട് ഷോ എന്നാ പറഞ്ഞിട്ടുള്ളത്. അതായത് അവർ ഡയാമാഗ്നറ്റിക് ആണ്, ബാക്കിയുള്ളവരെല്ലാവരും പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, നമുക്ക് ലാന്തനോയിഡ്സിനും ആക്ടിനോയിഡ്സിനും സെപ്പറേറ്റ്ലി പഠിക്കാം. ലാന്തനോയിഡ്സ് എന്ന് പറയുമ്പോൾ നോക്കുക, എന്താ പറഞ്ഞേ, 57 to 71 അതാണ് അവരുടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. 57 to 71 ആണ്. ലന്താനം ടു ലുട്ടീഷ്യം വരെയാണ് വരുന്നത്. ഇവിടെ 15 എലമെന്റ്സ് അവിടെ വരുന്നുണ്ട് കേട്ടോ. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സിമിലർ എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ ആ എലമെന്റ്സും അതുപോലെ സ്കാൻഡിയം, യൂട്രിയം ഇവരെല്ലാരും കൂടി ചേർന്ന് പറയുന്ന പേരാണ് റെയറത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് എർത്തിൽ വളരെ കുറച്ച് കാണപ്പെടുന്ന എലമെന്റ്സ് ആണ് ഇവര്. ഓക്കെ, ഇനി ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് the addition electron enters the 4f subshell but not in the valence shell. ഒരു ഇലക്ട്രോൺ അവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് അവർ എവിടെയാണ് എൻട്രി ചെയ്യുന്നത്? 4f സബ്ഷെല്ലിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? എൻട്രി ചെയ്യുന്നത്. വാലൻസ് ഷെല്ലിൽ അല്ല. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ 6th ഷെല്ല്. അപ്പൊ അവിടെ എന്തുണ്ടാവുന്ന പറയുന്നത്, ഷീൽഡിംഗ് എഫക്ട് ഓഫ് 1 electron in the 4f subshell by another in the same subshell is very little. അവിടെയുള്ള ഷീൽഡിംഗ് എഫക്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, വളരെ കുറവാണ്. ഡി ഇലക്ട്രോൺസിലുള്ളതിനേക്കാളും വളരെ കുറവാണ്. ബിക്കോസ് ദ ഷേപ്പ് ഓഫ് എഫ് സബ്ഷെൽ ഇസ് വെരി മച്ച് ഡിഫ്യൂസ്. നമുക്കറിയാലോ ഡി എസിന്റെ ഷേപ്പ് അറിയാം അല്ലെ, സ്ഫിയർ ആണ് അല്ലെ. അതുപോലെ പിന്റെ അറിയാം നമുക്ക് ഡംബലാണ്. അതുപോലെ ഡിന്റെ അറിയാം ഡബിൾ ഡംബലാണ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഡിഫ്യൂസ്ഡ് ആണ്. കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ആ റീസൺ കാരണമാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. there is no comparable increase in the mutual shielding of the 4f electrons. അവിടെ ഷീൽഡിംഗ് എഫക്ട് എന്ന് പറയുന്നത് തന്നെ എന്താ, വളരെ കുറവാണ് 4f ഇലക്ട്രോൺസിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വരുന്നുണ്ട്, ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ അട്രാക്ഷൻ ഓക്കെ ഇവിടെ കൂടുതലായിരിക്കും. ഇൻ ദ എക്സ്പീരിയൻസ് ഇൻക്രീസിംഗ് ന്യൂക്ലിയർ അട്രാക്ഷൻ ഫ്രം ദ ന്യൂക്ലിയസ്. So consequently the atomic and ionic radii go on decreasing as we move from lanthanum to lutetium. ഓക്കെ, അതായത് സൈസ് ചെറുതായി വരുന്ന പറയും കേട്ടോ. സ്ക്രീനിങ് എഫക്ട് വളരെ കുറവാണ്. ഇതാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. സോ ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാരണം നമുക്ക് കുറച്ച് കോൺസിക്വൻസസ് അവിടെ ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അറ്റോമിക് ആൻഡ് അയണിക് റേഡിയന്റെ കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക്
radii of second row transition elements are most similar to that of the third row. ഓക്കെ, സെക്കൻഡ് റോ എലമെന്റ്സും അതുപോലെ തന്നെ തേർഡ് റോ എലമെന്റ്സിന്റെയും ഏകദേശം സെയിം അറ്റോമിക് റേഡിയൈ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താ വരുന്നത്, നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനേ ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് റോ എലമെന്റ്സ് ചെയ്ത് തേർഡ് റോ എലമെന്റ്സ് ചെയ്തെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഹൈ ഡെൻസിറ്റി ഓഫ് ലാന്തനൈഡ് എലമെന്റ്സ്, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സൈസ്. ഓക്കെ, ഡ്യൂ ടു ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ മോളാർ മാസ്. മോളാർ മാസ് കൂടുതലായിരിക്കും പക്ഷെ സൈസ് കുറവായിരിക്കും. അതുപോലെ ബേസിക് സ്ട്രെങ്ത് ഓഫ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്, ഇത് കാരണം എന്താ, നമ്മുടെ ലന്താനൈറ്റ് ലുട്ടീഷ്യൻസിന്റെ കേസിൽ കോവലന്റ് ക്യാരക്ടർ അവിടെ ഇൻക്രീസ് ചെയ്യും, അയണിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് അവിടെ ഹൈഡ്രോക്സൈഡ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ ലീസ്റ്റ് ബേസിക് ആണ്. ചില കോമ്പൗണ്ട്സ് കണ്ടുകൂടെ, ലന്താനം ഹൈഡ്രോക്സൈഡ് ഈസ് മോസ്റ്റ് ബേസിക് അല്ലെ, അതുപോലെ ലുട്ടീഷ്യം ആണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് ബേസിക് ആയിരിക്കും. നെക്സ്റ്റ് സെപ്പറേഷൻ ഓഫ് ലാന്തനൈറ്റ്സ് ആണ്. സിമിലർ സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സിമിലർ സൈസ് ആണ് അവർ ഷോ ചെയ്യുന്നത്. അത് കാരണം എന്താ, അവർ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ലാന്തനൈഡ് കോൺട്രാക്ഷൻസിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കെമിക്കൽ റിയാക്ടിവിറ്റി ആണ്. ദീസ് ആർ വെരി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെ. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏത് ഗ്രൂപ്പാ, ഏത് ഗ്രൂപ്പാന്ന് അറിയാം? ബെർലിയം, മെഗ്നീഷ്യം. അതായത് സെക്കൻഡ് ഗ്രൂപ്പ് അല്ലെ, എസ് ബ്ലോക്കിലെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവരും. അതുപോലെ ഓൺ സ്ട്രോങ് ഹീറ്റിംഗ് വിത്ത് H2 ആൻഡ് കാർബൺ, ദീസ് ഫോംസ് ഓർ ലൈക്ക് നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രേറ്റ്സ് ആൻഡ് കാർബൈഡ്സ്. അത് കാർബൈഡ്സ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ്സ് എല്ലാം എന്ത് ചെയ്യും, ഹീറ്റിംഗ് വഴി ഇവിടെ H2 ആൻഡ് കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോർമേഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ they burn in oxygen to give sesquo oxides M2O3. ഓക്കെ, സീറിയം ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും നമുക്ക് M2O3 എന്ന ഫോമിലുള്ള ആ ഒരു കോമ്പൗണ്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്ത് കിട്ടും. നോക്കൂ, ഇതിന്റെ അയണിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തതിനു ശേഷം ഇൻസോല്യുബിൾ ഹൈഡ്രോക്സൈഡ്സ് ഫോം ചെയ്യും. ഇൻസോല്യുബിൾ ഹൈഡ്രോക്സൈഡ്സ് കേട്ടോ. ഇനി the oxides and hydroxides being strong base react with CO2 to form carbonides. ഇനി നമുക്ക് സൾഫറുമായിട്ട് ബേൺ ചെയ്യുന്ന സമയത്ത് സൾഫൈഡ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് സൾഫേറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, സൾഫൈഡ് ഫോം ചെയ്യും. ആസിഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടില്ല. ഓരോന്നും കണ്ടു, ഓരോ ആൾക്കാരുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡക്റ്റ് ഫോർമേഷൻ ആണ് ഉണ്ടാവണമെന്നാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് യൂസസ് ഓഫ് ലാന്തനോയിഡ്സ് ആണ്. ഓക്കെ, ആക്ച്വലി ഇത്രയാണ് നമ്മുടെ ഇതിനകത്ത് ടോപ്പിക്കിനകത്ത് വരുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ, അതിനാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് കേട്ടോ. അതിനകത്ത് ചെറിയ കാര്യങ്ങൾ ആപ്ലിക്കേഷനിലാണല്ലോ. അപ്പൊ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞത്. നമുക്ക് ഒന്നാമത് പൈറോഫോബിക് അലോയ്സ് നോൺ ആസ് മിഷ് മെറ്റൽസ് കേട്ടിട്ടുണ്ടാവും. മിഷ് മെറ്റൽസ് കേട്ടോ കണ്ടെയ്ൻസ് ലാന്തനോയിഡ്സ് അബൌട്ട് 90 to 95%. ഓക്കെ, മിഷ് മെറ്റൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണത്. ഓക്കെ, അപ്പൊ അതിനകത്ത് 90 to 95 എന്തായിരിക്കും, ലാന്തനോയിഡ്സ് ആയിരിക്കും. അതുപോലെ തന്നെ അയൺ ഉണ്ട്, കാൽഷ്യം, കാർബൺ, സിലിക്കൺ, അങ്ങനെയുള്ള ആൾക്കാരും കൂടി ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നത് സിഗരറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്, ഗ്യാസ് ലൈറ്റേഴ്സ് ഇല്ലേ, അതായത് മിഷ് മെറ്റൽ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് പെട്ടെന്ന് നമ്മുടെ തീ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, അതാണ് ഈ മിഷ് മെറ്റൽ. സിഗരറ്റ് പെട്ടെന്ന് നമുക്ക് അതിനകത്ത് കാണല്ലേ, പെട്ടെന്ന് തീ പിടിക്കുന്നതാ. ഗ്യാസ് ലൈറ്റേഴ്സ്, ഫ്ലെയിം ത്രോയിങ് ടാങ്ക്, ടോയ്സ് ടാങ്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ അതിൽ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ലാന്തനോയിഡ്സ്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ലാന്തനോയിഡ് സീറിയം ആണ്, ലന്താനം, നിയോഡീമൻ. ഇത്രയും ഈ 3 ആൾക്കാരെ ഉപയോഗിക്കുന്നത് അതിനകത്ത് കേട്ടോ. അടുത്ത തന്നെ അലോയ് കണ്ടെയ്നിങ് 30% മിഷ് മെറ്റൽ ആൻഡ് 1% സിർക്കോണിയം ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പാർട്സ് ഓഫ് ജെറ്റ് എൻജിൻസ് കേട്ടോ. ജെറ്റ് എൻജിൻസ് ഉണ്ടാക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സീറിയം സോൾട്ട് എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എവിടെ, പെട്രോളിയം ക്രാക്കിങ്ങിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇയാള് വോളിമെട്രിക് അനാലിസിസിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡൈയിങ് കോട്ടൺ, അതുപോലെ ലെഡ് അക്യുമുലേറ്റേഴ്സ്, ഇതിനകത്തെല്ലാം സീറിയം സോൾട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കൂ, ഓക്സിഡൈസ് ഓഫ് പാരാസിയോ ഡൈനിയം എന്താ ചെയ്യുന്നത്, അതുപോലെ നിയോഡൈനിയം ആർ യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കളേർഡ് ഗ്യാസസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫിൽറ്റേഴ്സ്. കളേർഡ് ഗ്യാസിലെ പ്രിപ്പറേഷൻസ്, അതുപോലെ സ്റ്റാൻഡേർഡ് ഫിൽറ്റേഴ്സിന്റെ പ്രിപ്പറേഷൻസിനെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്.
The oxides of cerium and thorium are used for the preparation of gas lamp mantles. അതുപോലെ സീറിയം ഓക്സൈഡ്, എനിക്ക് തോന്നുന്നു സീറിയം ഓക്സൈഡ് കുറച്ചധികം ആപ്ലിക്കേഷൻ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് സീറിയം എന്ന് പറയുന്ന എലമെന്റ് is used to prepare sunglasses as cerium cuts off heat and ultraviolet rays. സൺഗ്ലാസസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് സീറിയം ഓക്സൈഡ്. ഓക്കെ, ഇപ്പൊ ലാന്തനോയിഡ്സിനെ കുറിച്ച് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ആൻഡ് നൗ ആക്ടിനോയിഡ്സ്. The differentiating electron occupies 5f subshell, and thus these elements also have 3 outermost shells not filled to their capacity. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് എഫ് സബ്ഷെല്ലിന്റെ കേസാണ് വരുന്നത് എന്നുള്ളത് അല്ലേ. ഇവിടെ ഇലക്ട്രോൺസ് എവിടെ നിന്നിട്ട് എവിടെ വരെ വരിക? ആക്ടീനിയം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ദെൻ ലൗറേഷ്യൻ, ഇത്രയാ വരുന്നത്. ഇവിടെയും എന്ത് തന്നെയാണ് വരുന്നത്? ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ട്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഇവിടെ ഉണ്ട്. ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് എഫക്ട് കുറവാണ്. അതുകൊണ്ട് ഇവരും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. Actinides show a range of oxidation state. അല്ലെ, ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റേഞ്ച് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർ കാണുന്നുണ്ട്. കാരണം അവിടെ കമ്പാരബിൾ എനർജിയാണ് 5Fഉം 3Dയും 4Sഉം 7Sഉം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പാരബിൾ എനർജീസ് ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം സിമിലർ എനർജീസ് ആയിരിക്കും. അതുകൊണ്ട് ഇവരെല്ലാവരും എന്ത് ചെയ്യും? റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് റേഞ്ച് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആയിരിക്കും ജനറൽ ആയിട്ട് കേട്ടോ. ഇനി എല്ലാ എലമെന്റ്സും എന്താണ്? സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്സ് ആണ് ആൻഡ് വെരി റിയാക്റ്റീവ് മെറ്റൽസ്. ഓക്കെ, വെരി റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അതുപോലെ തന്നെ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്സ് ആണ്. അതുപോലെ തന്നെ ആക്ടിനോയിഡ്സ് റേഡിയോ ആക്റ്റീവ് ആട്ടോ, റേഡിയോ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ കെമിക്കൽ നേച്ചറെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. അത് അറിയുന്ന കാര്യമല്ലേ, ഡിഫിക്കൽട്ട് ആണ്. ഹൗവർ മോസ്റ്റ് സ്റ്റേബിൾ isotope of the element beyond uranium have been discovered and the chemistry of these elements have been studied to an extent. അല്ലെ, അതായത് കുറച്ച് എണ്ണത്തിന്റെ അവർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് എഫ് ബ്ലോക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാത്തത്. കാരണം മിക്കവാറും അവർ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതിന്റെ സ്റ്റഡി നടത്തുക എന്ന് പറയുന്നത് മച്ച് മോർ ഡിഫിക്കൽട്ടി ആണ്. That's right. Like lanthanoids, they react with oxygen, halogens, sulfur, hydrogens and acids. Okay, ലാന്തനോയിഡ്സിനെ പോലെ തന്നെ ഇവരും എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ഷൻസ് നടത്താറുണ്ട് കേട്ടോ. അതുപോലെ നമുക്കറിയാം യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ അറിയാവോ? അറിയാമോ? 92 ആണ് കേട്ടോ. 92 ആണ് യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ. അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലാസ്റ്റ് നാച്ചുറൽ എലമെന്റ് ആണ് ഈ പറയുന്ന യുറേനിയം എന്ന് പറയുന്നത്. യുറേനിയത്തിന് ശേഷമുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എല്ലാം ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതാണ് ട്രാൻസ് യുറേനിയം എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസ് യുറേനിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ ട്രാൻസ് യുറാനിക് അല്ലെങ്കിൽ ട്രാൻസ് യുറാനിക് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇത്രയേ ഉള്ളൂ. യുറേനിയം എന്ന് പറയുന്ന ലാസ്റ്റ് നാച്ചുറലി ഒക്കറിംഗ് എലമെന്റ് ആണ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. ആഫ്റ്റർ ദാറ്റ് അതെല്ലാം ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ആണ്, മാൻമെയ്ഡ് ആണ് ബാക്കിയുള്ളതെല്ലാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളതിനെ ട്രാൻസ് യുറേനിക് എലമെന്റ്സ്, ബാക്കിയുള്ളവരെ ട്രാൻസ് യുറേനിക് അല്ലെങ്കിൽ ട്രാൻസ് യുറാനിക് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയാണ് ആക്ടിനോയിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. യൂസസ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയാനുള്ളത് ഒരു പോയിന്റ് അതിനകത്തുള്ളത്. ഓക്കെ, ബാക്കിയെല്ലാം ഇതെല്ലാം വരും നമ്മുടെ ആപ്ലിക്കേഷനകത്ത്, ഇതെല്ലാം വരും. റേഡിയോ ആക്റ്റീവ് ആണ്, ഇതെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനകത്ത് വരും. അതുകൂടെ കൺസിഡർ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പൊ നോക്കൂ, ഓൺലി യുറേനിയം, തോറിയം ഹാവ് ഫൗണ്ട് ആപ്ലിക്കേഷൻസ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻസ്. കണ്ടുവോ? അപ്പൊ അത്രയേ ഉള്ളൂ. വളരെ കുറവാണ്. നമ്മുടെ ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫിക്കൽട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള പ്രോപ്പർട്ടീസും യൂസസും കാര്യങ്ങളെല്ലാം വളരെ കുറവ് തന്നെയാണ്. ന്യൂക്ലിയർ റിയാക്ഷൻസിൽ, അതായത് ന്യൂക്ലിയർ ഫിഷനിൽ, നമുക്ക് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസിൽ അല്ലെ, അതുപോലെ ന്യൂക്ലിയർ ബോംബിന്റെ കേസുകളിലെല്ലാം ന്യൂക്ലിയർ ഫിഷൻ പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 ആൾക്കാരാണ്, ഒന്ന് യുറേനിയം അതുപോലെ ഒന്ന് തോറിയം കേട്ടോ. 2 എലമെന്റ്സ്, ആക്ടിനോയിഡ്സിൽ വരുന്ന 2 എലമെന്റ്സ് ആണത്, യുറേനിയം ആൻഡ് തോറിയം എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. നമ്മളപ്പോ ആക്ച്വലി നമ്മുടെ സിലബസിലെ ടോപ്പിക് ആപ്ലിക്കേഷൻസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ളതായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ ഇതിനുശേഷം എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അല്ലെങ്കിൽ ഗൂഗിൾ ഫോം നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം ഓക്കെ ആയിരുന്നല്ലേ ടോപ്പിക്? കുഴപ്പമുണ്ടോ? ഓക്കെ. ഇല്ല, നോ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. എഫ് പറഞ്ഞോ. ബ്ലോക്കിന് മറ്റേ സോഴ്സിനെ കുറിച്ച് ചോദിക്കൂലേ? മനസ്സിലായി. അതായത് ഇല്ല, ഡീറ്റെയിൽ ആയിട്ട് വരൂലല്ലേ അങ്ങനെ? അല്ല, നമ്മുടെ സിലബസിനകത്ത് അപ്ലിക്കേഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിക്ക് എടുത്തത്. അതിനേക്കാളും കൂടുതൽ എടുത്തു ആക്ച്വലി. ആപ്ലിക്കേഷൻസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും അതുകൂടെ നോക്കുക. അപ്പൊ അതിനകത്ത് ഞാൻ എക്സ്ട്രാ ഉള്ള പോയിന്റ്സോ അങ്ങനെയുള്ളത് ആഡ് ചെയ്യാനായിട്ട് നോക്കാം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയം കേട്ടോ. അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഓക്കെ. ഓക്കെ, താങ്ക് യു കേട്ടോ.